നമ്മളപ്പോൾ ചിക്കൻ ഹരിയാലി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇവിടെ ദീപം മിൻറ്റും പിന്നെ കൊറിയാണ്ടർ ലീവ്സും വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ്റെ കട്ട് ചെയ്ത പീസസ് ആണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് അത് അതിൻ്റെ തൊലി മാത്രം എടുത്ത് കളയണം. എന്താ ചെയ്യണേ? അമ്മയും കുട്ടിയും കളിക്കാണോ? ആണോ? ആരാ അമ്മ? റുഹിയാണോ അമ്മ? അമ്മ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചപ്പോൾ ഞാൻ മരിച്ചു പോയിട്ട് ഇവളെ മദറായി ഇവളെ ടേക്ക് കെയർ ഓഫ് യു. ആ ബേബി ബേബിനെ കാണിക്ക്, ബേബിനെ എടുക്ക്. യെസ്, ഒറിജിനൽ ബേബി. ഇത് നമ്മൾ തെമുന്ന് വാങ്ങിച്ച ഒറിജിനൽ ബേബിയാണ്. സൗണ്ട് കുറച്ച് ചുറിച്ച് എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ചേച്ചിമാരുടെ കൂടെ എന്താ കളിക്കാത്ത? അവര് കൂട്ടണില്ലേ? റിച്ചുവിന് ചേച്ചിമാര് കൂട്ടാത്ത കാരണം റിച്ചു ഇവിടെ ഇരുന്ന് ടാബ് കാണുന്നു. അപ്പൊ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ തൈര്, പുളിയില്ലാത്ത തൈരാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് അത് ആവശ്യത്തിന് എടുക്കാം. നമ്മളിപ്പോൾ കുട്ടികൾക്കും കൂടെ കൊടുക്കുന്ന കാരണം ഒരു 3 ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പുതിനയില, മല്ലിയില അത് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികം തന്നെ വേണം. അപ്പോൾ ഇത് ദീപയുടെ റെസിപ്പിയാണ് കേട്ടോ. ദീപ മുന്നേ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ നന്നായി കഴിച്ചായിരുന്നു. അധികം എരിവൊന്നും ഇല്ലാണ്ട് അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണിത്. ഇനി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അധികം അങ്ങനെ നല്ല ഗ്രൈൻഡ് ആവണമെന്നൊന്നുമില്ല. ഈ ഒരു പരുവത്തിന് അരച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒരു ഫ്രൈ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ ലെഗ് പീസ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് ജസ്റ്റ് വരഞ്ഞിട്ട് ഈ ബിരിയാണിയുടെ മിക്സ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ബിരിയാണിയുടെ മിക്സും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇടുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് പൊടിച്ച് കൊണ്ടുവന്ന ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ ഇടയ്ക്ക് വർഷത്തിലൊരിക്കലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊടിച്ച് കൊണ്ടുവയ്ക്കും കേട്ടോ. എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെ ഇതാ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ എല്ലാവരുടെയും ആവശ്യം നോക്കിയിട്ട് ഇടുക. പിന്നെ ഇതാ കുറച്ച് ഒരു കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു എരിവിന് വേണ്ടിയിട്ട്. നമ്മുടെ മിക്സിനകത്ത് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിത് മിക്സാക്കിയിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ദീപ സ്പെഷ്യൽ കുക്കിംഗ്. യെസ്, സ്പെഷ്യൽ. നമ്മുടെ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാത്ത കാരണം ഞങ്ങളിവിടെ കുക്കിംഗ് ചെയ്ത് ആഘോഷിക്കുകയാണ്. നമ്മളിപ്പോൾ 2 ഗ്ലാസ് റൈസ്, ജീര റൈസ് കുതിർത്ത് വെക്കണം. പിന്നെ ഇപ്പം എന്താ ചെയ്തേ? എണ്ണ വെച്ചിട്ട് ഒരു ശകലം ജീരകം ഇട്ടിട്ടുണ്ട്. മറ്റേ ജീരകം വന്നില്ല. ഓക്കെ, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ബിരിയാണിയിലേക്ക്. കുറച്ച് അത് നമ്മൾ കഴുകിയില്ലേ ആ പാത്രം, ശകലം, ഒത്തിരി ഇല്ല, അതൊരു വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ജസ്റ്റ് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് ഒന്നിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒത്തിരി ഫ്രൈ അല്ല. പിന്നെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് റൈസ് അല്ലേ? അല്ല, ഇനി ഇത് മിക്സ് ചെയ്ത് നമ്മളിത് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുവാണ് ആ ചിക്കനകത്തോട്ട്. മെയിൻ സാധനം. ഓക്കെ. പിന്നെ ഓപ്ഷണലായിട്ട് കറുവപ്പട്ടി, പിന്നെ കറുവപ്പട്ടയ്ക്ക് വേണമെങ്കിൽ ഇളക്കി ഇടാം. ഇത് കുട്ടികൾക്ക് കൊടുക്കണ കാരണം നമ്മളൊന്നും ഇട്ടിട്ടില്ല. ഇതിനകത്തുള്ള മാത്രമേ അരച്ചിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ഇട്ടില്ല. നമ്മൾ നേരത്തെ കൊടുക്കാം.
നോക്കൂ, ഗ്രീൻ ചിക്കൻ. ഇതെവിടെ നിന്നാണ് പഠിച്ചത് ഈ റെസിപ്പി? ഓ, തന്നെ സ്വയം റെസിപ്പി ഉണ്ട്, പക്ഷെ ഇത് അതിന്റെ ഉള്ളവർക്ക് പറ്റിയ ബിരിയാണിയാണ്, അതുകൊണ്ടാണ് പഠിച്ചത്. അതെ അതെ. നമ്മൾ ഇതിനകത്തോടെ അരി ആഡ് ചെയ്യുവാണ്. ഓക്കെ, ജീര റൈസ് കുതിർത്ത് നമ്മളൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും അല്ലേ? 10 മിനിറ്റ് വെച്ച് വാഷ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സെറ്റ് ആവും. ഒറ്റ വിസില്. യെസ്. അല്ലെങ്കിൽ മാക്സിമം ഒരു 1-2 വിസില് ഫുള്ള് കേൾക്കണ്ട. പിന്നെ സാഫ്രോണൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. റിച്ച് ആക്കണമെങ്കിൽ നമുക്ക് അത്ര റിച്ച് വേണ്ട. അതെ, നമുക്ക് എന്ത് റിച്ച് ആരെങ്കിലൊക്കെ വന്നിട്ട് ഗസ്റ്റിനൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാം. യെസ്. ഓക്കെ, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ, നമ്മുടെ റൈസും ഇതും കൂടെ മിക്സ് ആക്കാം. നെയ്യ് ഒഴിച്ചായിരുന്നോ ലാസ്റ്റ്? ഓക്കെ. നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഓക്കെ. 1 കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് വെള്ളം. 1 കപ്പ് കൂടെ വേണം. ഒരു 2 കപ്പ് റൈസിന് 4 കപ്പ്. പക്ഷെ ആ ഗ്രീൻ അതും കൂടെ ചേർത്തിട്ട് അതനുസരിച്ച് നോക്കിയിട്ട് അത്രയും കൂടേണ്ട ആവശ്യമില്ല. പിന്നെ ചിക്കൻ്റെ വെള്ളം ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഒന്ന് നോക്കുക, 2 ഒഴിച്ച് നമുക്ക് നെയ്യ് ഒഴിക്കുവാണേ. ഇത് വേണം. അതെ, അത് ഒഴിക്കും. പിള്ളേർക്ക് നെയ്യ് നമ്മള്. യെസ്. ഓക്കെ, നാട്ടിൽ തോന്നുന്ന നെയ്യാണ് നമ്മുടെ. ഒരു 2 ഇത് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഷായ് ജീര ഒരു കുഞ്ഞി സ്പൂൺ, കുട്ടി സ്പൂൺ. ഓക്കെ, യെസ്. ഉപ്പിട്ടിട്ടില്ല. അതെ അതെ, മെയിൻ ഇൻഗ്രീഡിയന്റ് മറന്നു. ബിരിയാണി ഉണ്ടാക്കിയപ്പോ ഉപ്പില്ലല്ലോ. ഉപ്പും കൂടി ജസ്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്യണേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അന്നേരം കുറവാണെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ ഇരിപ്പുണ്ട്. ടെസ്റ്റ്. ഓക്കെ, ഇനി മൂടി വെച്ച് 1 വിസിൽ അല്ലേ? ഒറ്റ വിസില്. ഒരു 2 വിസില് കംപ്ലീറ്റ് ആണ്. അടുത്ത വിസിൽ ആവത്തില്ലേ, പിന്നെ ഇത് തന്നെ തുറന്ന് ഇത് വിസിൽ പോണം. പ്രഷർ നമ്മള് കളയരുത്, കളഞ്ഞാൽ വരില്ല. യെസ്. Hello everyone, this is my beauty parlor. I just tattoo her. മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ വിങ്സ്. കിഡ്സ് സ്പെഷ്യൽ, മമ്മി സ്പെഷ്യൽ. യെസ്, കിഡ്സ് സ്പെഷ്യൽ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. മാംസത്തിന് കുറച്ച് സ്പൈസി ആയിക്കോട്ടെ. കുരുമുളക് വേണം. മുളകിട. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ കളർ ബിരിയാണി. കറക്റ്റാ. സെറ്റാ. യെസ്, അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ചിക്കൻ ഫ്രൈ റെഡി. യെസ്, ബിരിയാണി അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. Only this one. ബിരിയാണി കഴിക്കണം. കൊള്ളാം. ഉപ്പ് ഓക്കെ അല്ല? എനിക്ക് ഡൗട്ട് ഇച്ചിരി. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ അവർക്ക് ഷവർമ ഫാക്ടറിയിൽ നിന്ന് കുട്ടികൾക്ക് മാത്രം നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് കഴിച്ചു. പിന്നെ ഇവർ കുട്ടികളുടെ ഡാൻസും പിന്നെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു.
പിന്നെ രതീഷും ശ്രീകാന്തും ഡൽഹിക്ക് പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രാമ കോമ്പറ്റീഷന് വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു, ദീപയും റൂഹിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ അവർ പോയതിൻ്റെ ആ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ 2 ദിവസം ഒരുമിച്ചായ കാരണം ആ ഒരു ഫീലിങ്സ് വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിച്ചുവിൻ്റെ സ്കൂളിൽ ഗ്രാജുവേഷനാണ് കേട്ടോ മാർച്ചിൽ. അപ്പോൾ അവർക്ക് അതിനു വേണ്ടി സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. റിച്ചുവും ആ ഡാൻസ് കളിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.